നമ്മളിപ്പോൾ ഒത്തിരി ആളുകൾ ഒന്ന് പറയുന്നൊരു കാര്യമാണ്, എനിക്ക് ഉറക്കം ക്ലിയർ അല്ല. ഉറക്കം ക്ലിയർ അല്ല എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ചിലർ ഒരു 11 മണിക്കായിരിക്കും കിടക്കുന്നത്, പക്ഷേ 1 മണിക്കായിരിക്കും ഉറക്കം വരുന്നത്. ചിലർ പറയുന്നത് വെച്ചാൽ ഞാൻ 10-10:30 ആകുമ്പോഴേ കിടക്കും, 1 മണിയാകുമ്പോൾ എഴുന്നേക്കും, പിന്നെ ഒരു അരമണിക്കൂർ ഉറക്കം കാണത്തില്ല, പിന്നെ ഇടയ്ക്കൊന്ന് എപ്പോഴോ കിടന്നുറങ്ങും. ചിലർ പറയുന്നത് ഞാൻ അടുപ്പിച്ച് ഒരു 3 മണി വരെ കിടക്കും, പിന്നെ എൻ്റെ ഉറക്കം പോയി, ഞാൻ വേഗം എഴുന്നേക്കും. അപ്പോൾ ഇങ്ങനെ പല രീതിയിൽ ഇടയ്ക്കിടയ്ക്ക് ഉറങ്ങുന്നവരുണ്ട്, ആദ്യം ഉറങ്ങിയിട്ട് പിന്നെ ഉറക്കമില്ലാത്തവരുണ്ട്, ആദ്യം ഒരിക്കലും ഉറക്കമില്ലാതെ രാവിലെ ഒരു 3 മണിക്ക് ഉറക്കം വന്നിട്ട് ഒരു 10 മണി വരെ കിടന്നുറങ്ങുന്ന, അല്ലെങ്കിൽ 8 മണി വരെ കിടന്നുറങ്ങുന്ന രീതികളും വരും. ഇതെല്ലാം ഉറക്ക പ്രശ്നം തന്നെയാണ്. ഇതിനാദ്യത്തെ കാര്യം എന്ന് പറയുന്നത് അസിഡിറ്റിയാണ്. വയറിൻ്റെ പ്രശ്നം ക്ലിയർ അല്ലെങ്കിൽ 100% ഉറക്കവും ക്ലിയർ ആവത്തില്ല. പിന്നെ മഗ്നീഷ്യം, വിറ്റമിൻ ഡി ഒക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ പോഷകക്കുറവ് ഉറക്കത്തെ ബാധിക്കും. സ്ട്രെസ് ലെവൽ കൂടിയാൽ അത് ഉറക്കത്തെ ബാധിക്കും. തൈറോയ്ഡ് വേരിയേഷൻ ഉണ്ടെങ്കിൽ അത് ഉറക്കത്തെ ബാധിക്കും. ഹോർമോണൽ വേരിയേഷൻ, പീരീഡ്സുമായിട്ട് ബന്ധപ്പെട്ട വേരിയേഷൻ ഉണ്ടെങ്കിൽ ഉറക്കത്തെ ബാധിക്കും. രക്തക്കുറവുണ്ടെങ്കിൽ ഉറക്കത്തെ ബാധിക്കും. അങ്ങനെ അതേപോലെ ഗ്ലൂക്കോസ് ലെവൽ ഹൈ ആണെങ്കിൽ, നമ്മൾ ഷുഗർ കണ്ടൻറ്റ്, അതേപോലെ കോൺ സിറപ്പ്, അങ്ങനത്തെ രീതിയിൽ ഹൈ ഗ്ലൂക്കോസ് കണ്ടൻറ്റാണ് എടുക്കുന്നതെങ്കിൽ ബ്ലഡിൽ ഗ്ലൂക്കോസ് ലെവൽ കൂടിയാൽ ഉറക്കത്തെ ബാധിക്കും. അപ്പോൾ നമ്മൾ കാരണം എന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് അത് ക്ലിയർ ആക്കിയാൽ ഉറക്കത്തിന് വെറുതെ മരുന്നെടുക്കേണ്ട ആവശ്യമില്ല. അപ്പം നമ്മൾ ആ കാരണം ക്ലിയർ ആക്കാനായിട്ട് കുറച്ച് മെനക്കെടണം. അത് തയ്യാറാണെങ്കിൽ പിന്നെ നമുക്ക് ഉറക്കത്തിന് ഒരു തവണ മരുന്നെടുക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങ് എടുത്തുകൊണ്ടിരിക്കുകയുള്ളൂ. കാരണം അത് പിന്നെ അങ്ങ് ശീലമായി മാറും. പിന്നെ പലപ്പോഴും ഉറക്കത്തിന് മരുന്ന് രാവിലെ എഴുന്നേറ്റിട്ട് തൂങ്ങി നടക്കുന്ന ഒരു അവസ്ഥയിലേക്കും വരും. പിന്നെ അതൊരു അഡിക്ഷനായിട്ട് മാറും. അത് പിന്നെ നമ്മുടെ ലിവറിനെയും കിഡ്നിയും പ്രശ്നം ഉണ്ടാക്കി ഇങ്ങനെ അടുപ്പിച്ച് കുറേ നാൾ ഉറക്ക ഗുളിക എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ റൂട്ട് കോസ് മനസ്സിലാക്കി അത് ട്രീറ്റ് ചെയ്താൽ നിസ്സാരമായിട്ടും ഉറക്ക പ്രശ്നം ക്ലിയർ ആവും.